ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മെൽസായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഡിസംബർ 24 മംഗളവാർത്താകാലം 4-ാം ഞായറാഴ്ച. തിരുപ്പിറവിയോട് നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുപ്പിറവിയുടെ സ്നേഹപൂർവമായ ആശംസകൾ, പ്രാർത്ഥനകൾ നേരുന്നു. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന 4 വായനകളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇന്നത്തെ മെൽസായ്ക്ക് വലിയ ദൈർഘ്യമുണ്ടാകില്ല, കാരണം വളരെ പ്രകടമായിട്ട് ഇതിനുള്ളിൽ ആശയം കിടപ്പുണ്ട്. അപ്പം നമുക്ക് എളുപ്പമായി നമുക്കത് കേൾക്കുക, അത് പറയുക, ബാക്കി നമ്മൾ ധ്യാനിക്കുക. മുഴുവൻ പറഞ്ഞു പരത്തേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഒരുമിച്ചത് ധ്യാനിച്ചു പോകാം. സുവിശേഷ ഭാഗം വായനകൾ പറയാം. ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന സഖറിയ 2-ാം അധ്യായം 7 മുതൽ 13 വരെ. മൂന്നാം വായന വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം മത്തായി 1:18-24. മത്തായി 1:18-24. ഇതിനകത്ത് നമുക്കുള്ള കീ വേർഡ് എന്താണ്? നമുക്കുള്ള താക്കോല്. മത്തായി 1:18-24 ഒരു കാര്യം കിടപ്പുണ്ട്. ദൂതൻ യൗസേപ്പിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഈശോ എന്ന് അവന് പേര് ഇടണം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. ക്രിസ്മസ് തന്നെ അതല്ലേ? ദൈവം നമ്മോടുകൂടെ. ഉന്നതത്തിലുള്ളവൻ നമ്മളിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന കാഴ്ചയല്ലേ ക്രിസ്മസിൽ നമ്മൾ കാണുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ഈ ദൈവം നമ്മോടുകൂടെ എന്ന കാര്യം അത് മനുഷ്യാവതാരത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടെങ്കിലും അത് ബൈബിളിൽ ആകമാനമുള്ളതാണ്. പഴയ നിയമം തൊട്ട് വെളിപാട് പുസ്തകം വരെ കിടക്കുന്ന കൺസെപ്റ്റാണ് നമ്മോട് കൂടെ വസിക്കുന്ന ദൈവം. നമ്മൾ ഈ ദൈവം നമ്മോടുകൂടെ എന്ന ആശയത്തെയാണ് ഇന്നെടുത്ത് ഈ 4 വായനകളിലൂടെ യാത്ര ചെയ്യുന്നത്. ഒന്നാമത്തെ വായന എടുക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഭാഗം പെട്ടെന്ന് അടയാളപ്പെടുത്തി പോണേ. പുറപ്പാട് 34 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 5-ാമത്തെ വാക്യം, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും. എന്താ സംഭവിച്ചത്? കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്നു. ദൈവം നമ്മോടുകൂടെ. കർത്താവ് താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ഇനിയുമുണ്ട് സക്കറിയയുടെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 13 വരെ. സക്കറിയ 2:7 മുതൽ 13 വരെ എടുക്കാം നമുക്ക് ബൈബിളിൽ. സക്കറിയ 2-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അടയാളപ്പെടുത്തേണ്ട വാക്യം 10-ാമത്തെ വാക്യം. സക്കറിയ 2:7 മുതൽ 13 വരെയാണ്. നമ്മുടെ ഈ ആശയം നമ്മൾ പ്രത്യേകം മാർക്ക് ചെയ്യുന്നത് 2:10. സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. ഇനിയും വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 21. വെളിപാട് 21 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വളരെ എവിഡൻ്റ് ആയിട്ട് ഈ ആശയം കിടപ്പുണ്ട്. 21:3 മുതൽ, സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. ഇപ്പൊ കണ്ടോ, നമ്മൾ ഇന്ന് വായിക്കുന്ന 4 വായനകളിലുമുള്ള ആശയമാണ് ദൈവം നമ്മോടുകൂടെ. പുറപ്പാട് പുസ്തകത്തിൽ, സഖറിയ പുസ്തകത്തിൽ, വെളിപാടിൽ, മത്തായി സുവിശേഷത്തിൽ എമ്മാനുവേൽ എന്ന പ്രയോഗത്തിലൂടെ. അപ്പോൾ നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത്, ഈ ദൈവം നമ്മോടുകൂടെ വന്നിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ കാര്യം പറയാം, നിങ്ങളത് ബൈബിൾ വായിച്ച് ബാക്കി കണ്ടുപിടിക്കണം. ഒന്നാമത്തെ വായനയിൽ ദൈവം നമ്മോടുകൂടെ ഇറങ്ങി വന്ന് അവൻ നമ്മളെ ദൈവഹിതം പഠിപ്പിക്കുന്നു. അതാണല്ലോ 1-ാം വായനയിൽ മോശയ്ക്ക് കൽപ്പനകൾ കൊടുക്കുകയാണ്. അവൻ മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയ്ക്ക് കൽപ്പനകൾ കൊടുത്തു. എന്ന് വെച്ചാൽ എന്താ? ദൈവ മനസ്സ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം താഴേക്ക് ഇറങ്ങി വരുന്നത് ദൈവ തിരുഹിതം വെളിപ്പെടുത്തി കൊടുക്കാൻ. 2, സഖറിയയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ഇറങ്ങി വരുമ്പോൾ
ഇറങ്ങി വന്നവനെ അയച്ചതാരെന്ന് അവരറിയും, അവൻ കർത്താവാണെന്ന് അറിയും. അപ്പോൾ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം പിതാവിനെ അറിയുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു, പിതാവിനെ കാണുന്നു. അതിന് സമാനമായ ആശയം നമ്മൾ ഈ റെഫർ ചെയ്ത സക്കറിയാട്, ഇന്നത്തെ 2ാം വായനയിൽ സക്കറിയാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒന്നാമത് ദൈവം നമ്മോടൊപ്പം ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം കൽപ്പനകൾ നൽകുക, ദൈവഹിതം നൽകുക. 2, പിതാവിനെ അറിയുക. 3, വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, സിംഹാസനത്തിന് ഒരു വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അടുത്തത്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ദൈവം നമ്മോടൊപ്പം ഇറങ്ങി വന്നത് എല്ലാത്തിനെയും പുതുക്കാൻ, നവീകരിക്കാൻ. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പാപത്തിൻ്റെ ബന്ധനങ്ങൾ തകർക്കാൻ, രോഗത്തിൻ്റെ കെട്ട് പൊട്ടിക്കാൻ ദൈവം നമ്മോടുകൂടെ. അപ്പോൾ ശരിക്കും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയണം. കാതങ്ങൾ അപ്പുറത്തിരിക്കുന്ന ഒരു ദൈവത്തെ നോക്കി നിലവിളിക്കുകയല്ല, എന്നോടൊപ്പം ഇറങ്ങി വരുന്ന ദൈവത്തെ, വചനമായി, പരിശുദ്ധ കുർബാനയായി, കൂദാശകളിൽ, സഭയിൽ ഒക്കെ ഇറങ്ങി വരുന്ന നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതമനുസരിച്ച് ജീവിച്ച് ആ കർത്താവ് തമ്പുരാനിലൂടെ പിതാവിനെ അറിഞ്ഞ് ഒപ്പം ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ആമേൻ.